ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിന് മുന്നമേ സ്തുതി കരയറ്റാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്വന്തമാക്കിയിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും അസംതൃപ്തിയും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എന്തൊക്കെ നേടിയിട്ടും മനസ്സമാധാനം കിട്ടാതെ നമ്മുടെ മനസ്സ് ഇപ്പോഴും എന്തിനോ വേണ്ടി അലയുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ ഈ ആത്മീയ ശൂന്യതയ്ക്ക് ശാശ്വതമായ പരിഹാരം നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദത്തമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 6:35. യേശുക്രിസ്തു തൻ്റെ ദൈവിക വ്യക്തിത്വത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച 7 ഞാനാകുന്നു അഥവാ ഐ ആം സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകളിൽ ആദ്യത്തേതാണ് ഈ വചനം. വചനം ഇപ്രകാരമാണ്: യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കവർണൗമിൽ ഒരു പള്ളിയിൽ വെച്ചാണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസമാണ് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം വരുന്ന ജനക്കൂട്ടത്തെ അത്ഭുതകരമായി പോഷിപ്പിച്ചത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത വലിയൊരു അത്ഭുതമായിരുന്നു അന്ന്. അടുത്ത ദിവസം ആ ജനക്കൂട്ടം വീണ്ടും യേശുവിനെ തെരഞ്ഞുപിടിച്ച് വന്നു. എന്നാൽ യേശു അവരുടെ ഹൃദയം തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം തിന്നു വയറ് നിറഞ്ഞതുകൊണ്ടാണ് എന്നെ തിരഞ്ഞു വന്നത്. നല്ല ടേസ്റ്റുള്ള അപ്പമായിരുന്നായിരിക്കും, നല്ല കറിയായിരുന്നായിരിക്കും. അവർ ആഗ്രഹിച്ച താൽക്കാലികമായ ഭൗതിക ആഹാരമായിരുന്നു. എന്നാൽ അവരുടെ ചിന്തകൾ നിത്യതയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് യേശു ഈ വലിയ മറുപടി നൽകിയത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അന്വേഷണങ്ങളിൽ ഒന്നാണ് സംതൃപ്തി. ഓരോ മനുഷ്യനും എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചിലർ പണത്തിൽ സന്തോഷം കാണാനായിട്ട് അന്വേഷിക്കുന്നു, ചിലർ പ്രശസ്തിയിൽ, ചിലർ ബന്ധങ്ങളിൽ, ചിലർ വിജയത്തിൽ. അങ്ങനെ പലരും പല രീതിയിലാണ്. പക്ഷേ പലപ്പോഴും ഇതെല്ലാം ലഭിച്ചിട്ടും ഉള്ളിൽ ശൂന്യത അനുഭവപ്പെടുന്നു. എന്താണ് ഇതിനൊക്കെ കാരണം? കാരണം ശരീരത്തിന്റെ വിശപ്പിനേക്കാൾ വലിയതാണ് ആത്മാവിന്റെ വിശപ്പ്. പക്ഷെ യേശു അവരോട് ഒരു വലിയ സത്യം പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. അതെന്താണ് അർത്ഥം? അപ്പം ശരീരത്തിന് ശക്തി നൽകുന്നു, അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിന് ശക്തി നൽകുന്നു. ഇന്ന് ലോകത്തിൽ പലർക്കും എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല. നല്ല ജോലി ഉണ്ടാവും, നല്ല പങ്കാളി ഉണ്ടാവും, നല്ല പണം ഉണ്ടാവും, നല്ല കുടുംബം ഉണ്ടാവും, നല്ല മാതാപിതാക്കളുണ്ടാവും, നല്ല കുഞ്ഞുങ്ങളുണ്ടാവും, വീടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ സന്തോഷമില്ല, സമാധാനമില്ല. കാരണം ഉള്ളിലെ ശൂന്യത പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട് പൂർണ്ണമായി നിറയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവമില്ലാത്ത ജീവിതത്തിൽ എന്തോ ഒരു കുറവ് എപ്പോഴും ഉണ്ടാകും. പ്രിയ സഹോദരി സഹോദര, നമ്മൾ കഴിക്കുന്ന സാധാരണ ആഹാരം നമ്മുടെ വിശപ്പിനെ കുറച്ച് സമയത്തേക്ക് മാറ്റും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും. ഇതുപോലെയാണ് ഈ ലോകത്തിലെ പണവും പ്രശസ്തിയും സന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം. ഇവയെല്ലാം താൽക്കാലികമായി നമുക്ക് സന്തോഷം തരുമെങ്കിലും ഉള്ളിലെ യഥാർത്ഥ ശൂന്യത മാറ്റാൻ ഇവയ്ക്കൊന്നിനും കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ ആത്മീയ തൃപ്തി സ്വന്തമാക്കാൻ യേശു 2 കാര്യങ്ങളാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്, അവൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വരിക. അതായത് കർത്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആഹാരമാക്കി മാറ്റുമ്പോൾ ലോകത്തിലെ ഒന്നിനും നമ്മളെ നിരാശപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരിക്കലും പറ്റാത്ത ഒരു സമാധാനം നിറയും. യേശു പറയുന്നത്, എൻ്റെ അടുക്കൽ വരൂ. ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് തളർന്നവരെ, ഭയപ്പെടുന്നവരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരെ, ഉള്ളിൽ ശൂന്യത അനുഭവപ്പെട്ടവരെ, ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുകയില്ല എന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ, രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് വേദന കൊണ്ട് പൊളയുന്ന മക്കളെ, എല്ലാവരെയും കർത്താവ് വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. രണ്ടാമതായി, അവനിൽ വിശ്വസിക്കുക.
സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായി ആശ്രയിക്കുക. യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉടനെ ഇല്ലാതാകുമെന്ന് ഈ വചനം പറയുന്നില്ല, ആരും പറയുന്നില്ല. പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലും സമാധാനം ലഭിക്കുമെന്നാണ് ഗ്യാരണ്ടി പറയുന്നത്. കർത്താവ് തരുന്ന ഗ്യാരണ്ടി അതാണ്. കഷ്ടതകളിലും പ്രത്യാശ ലഭിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിനിടയിലും ധൈര്യം ലഭിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവൻ നൽകും. നാം ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ ആത്മാവിനും ആഹാരം നൽകണം. പ്രാർത്ഥന ആത്മാവിന്റെ ആഹാരമാണ്. ദൈവവചനം ആത്മാവിന്റെ ആഹാരമാണ്. ദൈവസാന്നിധ്യം ആത്മാവിന്റെ ശക്തിയാണ്. ദൈവമല്ലാതെ ജീവിതം പൂർണ്ണമാകുകയില്ല. യേശുവാണ് യഥാർത്ഥ സംതൃപ്തിയുടെ ഉറവിടം. അതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും അവനിൽ സമർപ്പിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. അപ്പോൾ ജീവിതം സമാധാനത്താലും പ്രത്യാശയാലും അനുഗ്രഹത്താലും നിറയും. കാരണം നമ്മുടെ ആത്മീയ വിശപ്പ് മാറ്റി നമ്മെ തൃപ്തിപ്പെടുത്താൻ വന്ന ആ ദൈവപുത്രനായ യേശു ക്രിസ്തു എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് പുറകെ ഓടി നടന്ന് നമ്മുടെ ഊർജം കളയാതിരിക്കുക. ആ ദൈവിക അപ്പത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. അവൻ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തും. ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ വചനം കേൾക്കുന്ന യാഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവേ, ഇത് വചനം പങ്കുവയ്ക്കുന്ന എല്ലാവരെയും ഈ നിമിഷത്തിൽ അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിൽ പുതിയൊരു ജീവിതം നീ നൽകണമേ. കർത്താവ്, നിന്നോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം, നീ ആകുന്ന അപ്പം ഭക്ഷിച്ചുകൊണ്ട് പുതിയ ജീവനെ കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഞങ്ങൾ പലരും തകർന്നവരാണ്. കർത്താവേ, അടിയങ്ങളോട് പൊറുക്കണമേ. അറിഞ്ഞുകൊണ്ടും അറിയാതെ അടിയങ്ങൾ ഓരോരുത്തരും ചെയ്ത സകല പാപങ്ങളും അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, നീ ജീവന്റെ അപ്പമാകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ള സകലരെയും നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കരേറിയവനാണ്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ്, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനാണ്, ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരുന്നവനാണ്, ഞങ്ങൾക്ക് പൂർണ്ണമായ രക്ഷ നൽകുവാൻ തക്കവണ്ണം ഇനിയും വന്ന് ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നവനാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളെ നീ ചേർത്ത് കൊള്ളണമേ. ഞങ്ങളെ നിന്റെ ചിറകിൻ മറവിൽ മറയ്ക്കണമേ. കർത്താവ്, എല്ലാവരെയും അവരവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണമേ. നിന്റെ ചിറകിൻ മറവിൽ മറയ്ക്കണമേ. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും, എത്ര വലിയ പ്രതിസന്ധികളായിരുന്നാലും, എത്ര വലിയ രോഗങ്ങളായിരുന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ടുകളായിരുന്നാലും, കർത്താവെ, നിന്റെ ഹൃദയ സമാധാനം, നിന്റെ അനുഗ്രഹം നിന്റെ മക്കളിൽ ചൊരിയണമേ. നീ അവരെ അഭിഷേകം ചെയ്യണമേ. അനർത്ഥങ്ങൾ അവർ തുടരുതേ കർത്താവെ. പിശാച് അവരെ നോക്കുവാൻ പോലും നീ അനുവദിക്കരുത് കർത്താവെ. അവരുടെ ജീവിതത്തിൽ സകല പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റി സന്തോഷ സമാധാന ഐശ്വര്യം നൽകി കർത്താവ് ഈ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് പോകേണ്ടുന്ന വഴികളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. പിശാച് നോക്കുവാൻ പോലും ഇടവരുത്താതെ നിന്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, എല്ലാ ഹൃദയങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ അഭിഷേകം ചെയ്യണമേ. പൂർണ്ണമായി നിന്നിൽ വിശ്വസിക്കുന്നു, പൂർണ്ണമായി നിന്റെ അടുത്തേക്ക് വരുന്നു. നീ ആലോചന പറഞ്ഞ് വഴി നടത്തണമേ. ഞങ്ങൾ പോകുന്ന വഴികളെ നീ കാണിച്ചു തരണമേ. ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തി പലപ്പോഴും നിന്നെ ഞങ്ങൾ മറന്നു കർത്താവേ, പലപ്പോഴും ഞങ്ങൾ സംശയിച്ചു കർത്താവേ. അടിയങ്ങളോട് പൊറുക്കണമേ നാഥ. എങ്കിൽ ഇനിയുള്ള ജീവിതം പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചിറകിൻ മറവിൽ മറ
നിറയ്ക്കണമേ. സകല ആവശ്യങ്ങളെയും, സകല വേദനകളെയും, സകല സങ്കടങ്ങളെയും, സകല പരാതികളും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ ഹൃദയ സമാധാനം നൽകുന്നവനാണ്. നിന്റെ അപ്പം തന്ന ഞങ്ങളുടെ വിശപ്പ് മാറ്റണമേ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ അപ്പത്തിന് നന്ദിയുള്ളവരായി, ആ രക്തത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നിന്റെ രക്തം കൊണ്ട് കഴുകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കണമേ. വാഗ്ദത്തം ചെയ്തവൻ നീ മാത്രമാണ്. ഈ ലോകത്തിൽ ഞങ്ങളെ രക്ഷിപ്പാൻ വേറെ ആരുമില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു. നിന്റെ മക്കൾ ഓരോരുത്തരുമായിരിക്കുന്ന മേഖലകളിൽ കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണമേ. അവരുടെ മകനെ, മകളെ കർത്താവെ നിന്റെ അടുക്കിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ട നിന്റെ തിരുസന്നിധിയിലേക്ക് വരുന്നു. അഭിഷേകം ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇറങ്ങി വന്ന് ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.